ഒഴുകി വന്ന മലവെള്ളപ്പാച്ചിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തി. പക്ഷേ തന്നെ രക്ഷപ്പെടുത്താൻ വന്ന ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കുന്ന വഴിയിൽ അദ്ദേഹം കണ്ടില്ല. തന്നെ രക്ഷിച്ച ആ ചെറുപ്പക്കാരനെ ഓർക്കുകയാണ് രക്ഷപ്പെട്ട ബെന്നി. നമസ്കാരം. കലിതുള്ളി ഒഴുകിയ പുഴയിൽ മരണത്തോട് മല്ലിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കയറുമ്പോഴും ആ വൃദ്ധന്റെ മനസ്സിൽ മുഴുവൻ തന്നെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച് ഒഴുക്കിൽപ്പെട്ട 36-കാരനാണ്. രാജേഷും കൂട്ടുകാരും വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്കായി തിരച്ചിൽ നടത്തേണ്ടി വരുമായിരുന്നു. 61-കാരനായ തനിക്ക് എന്തെങ്കിലും പറ്റിയാലും സാരമില്ലായിരുന്നു എന്നാണ് ജീവിതം തിരികെ നൽകിയവനെ ഓർത്ത് വിതുമ്പിക്കൊണ്ട് മീന്തുള്ളി തുരുത്തിൽ കുടുങ്ങി രക്ഷപ്പെട്ട ബെന്നി പറയുന്നത്. തിരുവനന്തപുരം കല്ലിയൂർ കിഴക്കേ തെറ്റിവിള രാജേഷ് ഭവനിൽ ആർ രാജേഷിനെയാണ് കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ കാണാതെയായത്. 11:30 കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയെറിഞ്ഞാണ് മീന്തുള്ളി നോർത്തിലെ കൃഷിയിടത്തിൽ ബെന്നി എത്തിയത്. കർണാടക വനത്തിലും കാര്യങ്കോട് പുഴയ്ക്കും ഇടയിലുള്ള ഒരു തുരുത്താണിത്. എത്തിയപ്പോൾ കാൽ മൂടാനുള്ള വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് കാപ്പിത്തൈകളിൽ അടിഞ്ഞുകൂടിയ ചപ്പുചവറുകൾ അദ്ദേഹം നീക്കം ചെയ്തു. എന്നാൽ 3 മണിയോടെ പുഴയിൽ വെള്ളം ക്രമാതീതമായി കൂടിവരാൻ തുടങ്ങി. മോട്ടോറും യന്ത്രസാമഗ്രികളും പണിയായുധങ്ങളും വേഗം എടുത്തുവെച്ച് മടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചെങ്കിലും പെട്ടെന്ന് വെള്ളം പെരുകി വന്നു. നിമിഷങ്ങൾക്കകം വെള്ളം അരയ്ക്കൊപ്പമായതോടെയാണ് കാര്യം ഗുരുതരമാണെന്ന് ബെന്നിക്ക് മനസ്സിലായത്. 1971 മുതൽ പുഴയും അതിന്റെ ഒഴുക്കും പരിചിതമാണെങ്കിലും ഇക്കുറി സ്ഥിതി വ്യത്യസ്തമായിരുന്നു. വേഗം ഫോണെടുത്ത് ഭാര്യ ആൻസിയെ വിളിച്ച് വിവരം പറഞ്ഞു. തുടർന്ന് പഞ്ചായത്ത് അംഗം റോഷി ജോസിനെയും വിളിച്ചു. പേടിക്കേണ്ടെന്നും അഗ്നിരക്ഷാസേനയെ അയക്കാമെന്നും അദ്ദേഹം ആശ്വസിപ്പിച്ചു. എന്നാൽ ഇതിനിടയിൽ പുഴയുടെ ഇരുവശത്തു നിന്നും വെള്ളം കുത്തിയൊഴുകാൻ തുടങ്ങി. ശക്തമായ ഒഴുക്കിൽ കാലിടറിയതോടെ ഫോൺ കയ്യിൽ നിന്നും തെറിച്ചുപോയി. ചെരുപ്പ് നഷ്ടപ്പെട്ടു. ഒഴുക്കിനെ പ്രതിരോധിക്കാൻ ഷർട്ടും ഊരിവിട്ടു. ഇതിനിടയിൽ കാടുവെട്ട് യന്ത്രവും മോട്ടോറും പണിയായുധങ്ങളും സൂക്ഷിച്ചിരുന്ന ഷെഡടക്കം ഒഴുകിപ്പോയി. വെള്ളം കഴുത്തറ്റമായപ്പോൾ ഒരു തെങ്ങിൽ വട്ടം പിടിച്ചിരുന്ന ബെന്നി ദൂരെ നിന്ന് റാഫ്റ്റിൽ രാജേഷും സുഹൃത്തുക്കളും രക്ഷാപ്രവർത്തനത്തിനായി വരുന്നത് കണ്ടു. അവർ എറിഞ്ഞുകൊടുത്ത കയർ തെങ്ങിൽ കെട്ടുന്നതിനിടയിൽ വിരൽ അതിനിടയിൽ മുറുകി. അതഴിച്ച് വീണ്ടും കൊട്ടുമ്പോഴേക്കും രാജേഷ് നീന്തി അടുത്തെത്തി. രാജേഷ് തന്റെ ജാക്കറ്റ് ഊരി ബെന്നിയെ ധരിപ്പിച്ചു. തുടർന്ന് ബെന്നി മുന്നിലും ഷിബിനും ജിതിനും പിന്നിലായി രാജേഷ് കയറിൽ തൂങ്ങി ഇക്കരയിലേക്ക് തിരിച്ചു. ഏകദേശം 40 മീറ്ററോളം വീതിയുള്ള പുഴയിൽ കുത്തനെയുള്ള ഒഴുക്കും അപകടകരമായ പാറക്കെട്ടുകളുമാണുള്ളത്. കരയ്ക്ക് കയറി തിരിഞ്ഞു നോക്കുമ്പോഴാണ് രാജേഷ് ഒഴുക്കിൽപ്പെട്ടത് കണ്ടതെന്ന് ബെന്നി കണ്ണീരോടെ പറയുന്നു. സാഹസികത എന്നും ഹരമായിരുന്ന, എവിടെ ദുരന്തമുണ്ടായാലും ഭയമില്ലാതെ ഓടിയെത്തുന്ന ആ രാജേഷിനായുള്ള കാത്തിരിപ്പിലാണ് കുടുംബവും നാട്ടുകാരും സുഹൃത്തുക്കളും. കലിയൂർ കിഴക്കേ തെറ്റിവിള രാജേഷ് ഭവനിൽ രാജശേഖരന്റെയും ഗീതയുടെയും മകനാണ് രാജേഷ്. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് അദ്ദേഹത്തെ കാണാതെയാകുന്നത്. ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളി തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയ ബെന്നിയെ രക്ഷപ്പെടുത്തി ഇക്കരെ എത്തിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. പുഴയ്ക്കിക്കരെ എത്താറായപ്പോൾ കയറിൽ നിന്നും പിടിവിട്ട് രാജേഷ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും രാത്രി വൈകിയും കണ്ടെത്താനായില്ല. പാറക്കെട്ടുകളിൽ കയറിൽ പിടിച്ചു നിൽക്കുന്നതിലും അതിൽ കയറുന്നതിലും വിദഗ്ധനും നന്നായി നീന്തൽ അറിയാവുന്നവനുമായ രാജേഷ് സുരക്ഷിതമായി തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. അഡ്വഞ്ചർ ഡിസാസ്റ്റർ സൊസൈറ്റിയിൽ അംഗമായ രാജേഷ് 1 മാസം മുൻപാണ് പരിശീലനത്തിന്റെ ഭാഗമായി കണ്ണൂരിലെത്തിയത്. ഒരാഴ്ചയ്ക്ക് മുൻപ് നാട്ടിൽ പോയി മടങ്ങിയതാണെന്നും സുഹൃത്തുക്കൾ പറയുന്നു. മികച്ചൊരു കായികതാരം കൂടിയായ രാജേഷ് ത്രോബോളിൽ ദേശീയ ടീം അംഗമാണ്. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോഴും വയനാട് ദുരന്തഭൂമിയിലും സജീവമായി രക്ഷാപ്രവർത്തനങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്നു. NCC കേഡറ്റുകൾക്ക് ട്രക്കിംഗ് പരിശീലനമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ കുടുംബത്തെ തേടിയെത്തിയ ദുരന്തങ്ങളുടെ നൊമ്പരവും മായും മുൻപാണ് രാജേഷിന്റെ തിരോധാനം എന്നതും നാടിനെ കണ്ണീരിലാഴ്ത്തുന്നു. 2 വർഷം മുൻപാണ് രാജേഷിന്റെ ഇളയ സഹോദരൻ രഞ്ജിത്ത് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചത്. ആശയാണ് മറ്റൊരു സഹോദരി, ഷാഫിയാണ് ഭാര്യ. ആഷൻ, അഭിഷേക് എന്നിവർ മക്കൾ. രാജേഷിനെ കാണാതായതെന്നറിഞ്ഞ് സുഹൃത്തുക്കൾ ശനിയാഴ്ച രാത്രി തന്നെ കണ്ണൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്.